സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഫോൺ 13 3-year യൂസർ എക്സ്പീരിയൻസ്. സോ ഞാൻ ഇത് എടുത്തിട്ടിപ്പോൾ 2023 എങ്ങാണ്ടെടുത്ത ഫോണാണ്. 23 22 ഫോണാണ്. സോ 3 വർഷമായിട്ട് യൂസ് ചെയ്യുന്നു. സ്റ്റിൽ എൻ്റെ സെക്കൻഡറി ഡിവൈസാണ്. ഇപ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 40,000 റുപ്പീസ് അടുപ്പിച്ച് വരും. സോ ഈ ഒരു ഫോണിൻ്റെ യൂസർ എക്സ്പീരിയൻസും പിന്നെ ഇപ്പോൾ ഈ ഒരു ഫോൺ എടുക്കാൻ വേണ്ടി നോക്കുന്നവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. സോ ഈ ഒരു ഫോണിൻ്റെ യൂസർ എക്സ്പീരിയൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം 2025 ഈ ഫോണിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ പറയാം. ഈ ഫോണിൽ യാതൊരുവിധ AI ഫീച്ചേഴ്സും ഇല്ല. അതായത് ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ആപ്പിളിൻ്റെ AI ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു ഫോണിൽ നിങ്ങൾ 40,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ വരത്തില്ല. ഇതേ പ്രൈസ് നിങ്ങൾ ആൻഡ്രോയിഡ് സെഗ്മെൻറ്റിൽ വേറെ ഫോൺസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് AI ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ കിട്ടും. പിന്നെ ഇതിൽ വരുന്ന വേറൊരു സംഭവമാണ്, ഇതിൽ 60 Hz മാത്രമേ റിഫ്രഷ് റേറ്റ് ഉള്ളൂ. അത് നിങ്ങൾ ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നം തന്നെയാണ്. പിന്നെ ഇതിൽ വരുന്ന വേറൊരു ഇഷ്യൂവും കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി ലൈഫും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ വരുന്ന ഒരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെർദർ അപ്ഡേറ്റ്സ്. ഇനി വരുന്ന അപ്ഡേറ്റ്സ്, ഇപ്പോൾ ഇതിന് 3 വർഷത്തെ അപ്ഡേറ്റ് ഓൾറെഡി വന്ന് കഴിഞ്ഞു. ഇനി ഇതിന് ഒരു 2 year അപ്ഡേറ്റ് മാത്രമേ കിട്ടത്തുള്ളൂ. നിങ്ങൾ പുതിയൊരു ഐഫോൺ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 5 year to 6 year 5 year അപ്ഡേറ്റ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 5 year അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടും. സോ അങ്ങനെ ഒരു കാര്യം ഇതിലുണ്ട്. പിന്നെ ഇതിൻ്റെ പോസിറ്റീവ് സൈഡ്, ഇപ്പോഴും ഇതിൻ്റെ ക്യാമറ എസ്പെഷ്യലി ഇൻ വീഡിയോ ക്ലാരിറ്റി മാത്രമല്ല, വീഡിയോ സ്റ്റെബിലൈസേഷൻ, സ്മൂത്ത്നെസ് എല്ലാത്തിലും അടിപൊളിയാണ്. പിന്നെ ആ ഒരു മെയിൻ പോയിന്റ് മാത്രമേ ഇതിനുള്ളൂ എനിക്ക് പറയാനായിട്ട്. പിന്നെ ആപ്പിളിൻ്റെ OS പണ്ടത്തെ രീതിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ നല്ലതെന്ന് പറയുമായിരുന്നു. ബട്ട് ഇപ്പോൾ ഈ ഒരു OS എനിക്ക് മനസ്സിലായിടത്തോളം ബഗ്ഗും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. എനിക്ക് പല അപ്ഡേറ്റ്സിനും ബഗ് വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഗ്രീൻ ലൈൻ ഇഷ്യൂ അങ്ങനെ ഒരു ഇഷ്യൂ ഈ ഒരു ഫോണിൽ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ഈ ഒരു ഫോൺ നിങ്ങൾ ഇപ്പോൾ 40,000 കൊടുത്ത് എടുക്കുകയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുക. നിങ്ങൾക്ക് ആൻഡ്രോയിഡ് സെഗ്മെന്റിൽ വേറെ നല്ല ഫോൺസ് ഉണ്ട്. നിങ്ങൾ ഐക്യു ഉണ്ട്, ഇതിനെക്കാട്ടി ബെറ്റർ പെർഫോമൻസും കാര്യങ്ങളും ബാറ്ററി ലൈഫും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. പക്ഷെ നിങ്ങൾക്കൊരു ഐഫോൺ തന്നെയാണ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് മാത്രം എടുത്താൽ മതി. ഇൻസ്റ്റാഗ്രാമൊക്കെ നല്ല സ്മൂത്തായിട്ട് യൂസ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് ഇൻസ്റ്റാഗ്രാമൊക്കെ iOS വെൽ ഒപ്റ്റിമൈസ്ഡ് ആണ്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 13 എടുക്കാം. എന്നാലും ഞാൻ അധികം റെക്കമെൻഡ് ചെയ്യത്തില്ല. ബട്ട് സ്റ്റിൽ യു ഹാവ് ദാറ്റ് നീഡ്. അങ്ങനെയാണ് നിങ്ങളുടെ നീഡ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോണിലോട്ട് പോകാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി വൈസ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ക്യാമറ ലെൻസിൻ്റെ സൈഡിലോട്ടൊക്കെ കാണാമെന്നറിയത്തില്ല, ചെറിയ രീതിയിൽ പെയിൻ്റൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ നല്ല സൂക്ഷിച്ച് ഉപയോഗിച്ചിട്ടാണ് ഇത്രയും പെയിൻറ്റ് പോയത്. പിന്നെ ഫ്രെയിമിൻ്റെ സൈഡിലായിരുന്നാലും ചാർജിങ് പോർട്ടിൻ്റെ സൈഡിലായിരുന്നാലും കാണാമെന്നറിയത്തില്ല, അവിടെയും പെയിൻറ്റ് പോയിട്ടുണ്ട്. ഓവറോൾ ബിൽഡ് ക്വാളിറ്റി അത്ര നല്ലതാണെന്ന് പറയാൻ പറ്റത്തില്ല. ഞാനിത് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ വില എന്ന് പറയുന്നത് 70,000 സംതിങ് ലൈക്ക് ദാറ്റ്. ഇത് 128 GB ആണ്. 128 GB ഒന്നും ഈ ഫോൺ എടുക്കല്ലേ, നിങ്ങൾക്ക് സ്പേസ് തികയത്തേ ഇല്ല. 3 years യൂസിൽ ഞാൻ ഈ ഒരു ഫോണിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഞാനൊരു ഗെയിമറോ കാര്യങ്ങളോ അങ്ങനെയൊന്നും അല്ല. സോ എനിക്ക് ആ 60 Hz വലിയ ഇഷ്യൂ ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് X24 Ultra ആണ്. അതിൽ ഞാൻ 60 Hz ഇട്ടാണ് യൂസ് ചെയ്യുന്നത്. 120 Hz ഞാൻ അതിലങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. സോ 120 Hz യൂസ് ചെയ്യുന്ന എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. സോ നിങ്ങളൊരു നല്ല വീഡിയോ കേപ്പബിലിറ്റി ഉള്ള ഫോണാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാനും അങ്ങനെയൊക്കെയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതൊരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. ബട്ട് സ്റ്റിൽ യു ഹാവ് ഓപ്ഷൻസ് ഇൻ ആൻഡ്രോയിഡ് എന്നാണ് ഞാൻ പറയുന്നത്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ.